കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് ചില സമയത്ത് നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ടായാലും നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ജഡത്തിലാണ്, അല്ലേ? പദാർത്ഥത്തിലാണ്, മനുഷ്യരാണ്. സ്വാഭാവികമായിട്ട് മനസ്സൊക്കെ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യാനുള്ള 2-3 ഹോംവർക്കുകളുണ്ട്. ഒന്ന് എന്ന് വെച്ചാൽ എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ കൃപാസനത്തിൻ്റെ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കണം ഇരുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ ഇപ്പം നമ്മൾക്കുള്ള ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ഹെബ്രായർ 12:1 വചനമുണ്ട്. എന്നാ? നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങള് ഉത്കണ്ഠകള് നമുക്ക് നീക്കിക്കളയാം. അത് വലിയൊരു പോംവഴിയാണ്. ഹെബ്രായർ 12:1 മറന്നു പോരുത്. ഒന്ന് പറഞ്ഞേ, ഹെബ്രായർ 12:1 12-1 അധ്യായം 1-ാമത്തെ വാക്യം, അല്ലേ? എന്താ ഒന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങളും ക്ലേശങ്ങളും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ മനുഷ്യന് 2 കാര്യങ്ങളുണ്ടാകും, ഭാരങ്ങളുണ്ടാവും, ക്ലേശങ്ങൾ. ഭാരങ്ങൾ എന്തിനാ ഉണ്ടാകണത്? മനസ്സിന്. ക്ലേശങ്ങൾ ഉണ്ടാകണത് ശരീരത്തിന്. ചിലപ്പോൾ 2 ഒരുമിച്ച് വരും. ഭാരങ്ങളുണ്ടാകുന്നത് എവിടെയാണ്? മനസ്സിന്. ക്ലേശങ്ങളുണ്ടാകുന്നത് രോഗം ഒക്കെ വരുമ്പോൾ ക്ലേശങ്ങളുണ്ടാകും. അപ്പം ഇത് 2 നീക്കിക്കളയാൻ പറ്റും. ബൈബിൾ എന്താ പറയണത്? മനുഷ്യന് സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങളാണ്. ഇപ്പം കടങ്ങൾ. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? ഭാരം ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ നമുക്ക് കല്യാണം ഒത്തുവരണില്ല. അപ്പോൾ നമ്മുടെ വയസ്സ് 10-31 ആയപ്പോൾ നമുക്ക് എന്താണത്? ഭാരമുണ്ടാവും. ജോലി കിട്ടണില്ല, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഭാരം. മനസ്സിനാണ് ഉണ്ടാകണതല്ല, അല്ലേ? ഇപ്പോൾ മനുഷ്യന് 2 കാര്യങ്ങളുണ്ടാവും. എന്താണ്? ഒന്ന് ഭാരമുണ്ടാകും, രണ്ടാമത് ക്ലേശങ്ങളുണ്ടാവും. പക്ഷെ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? ഇത് 2 വിശ്വാസിക്ക് നീക്കിക്കളയാവുന്നതാണ്. ഇത് 2 നമുക്ക് നീക്കിക്കളയാം. എന്ത് ചെയ്യണം? നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞേ, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം ഉള്ളതിനാൽ ആദിമ സഭയിൽ ഇതുപോലെ ക്ലേശങ്ങളെ അതിജീവിച്ച സാക്ഷികളുണ്ടായിരുന്നു. ഇന്ന് വിശ്വാസം കൊണ്ട് ക്ലേശങ്ങളെ അതിജീവിച്ച സാക്ഷികളാണ് ആരാധനയ്ക്ക് മുമ്പ്, ഈശോ വരും മുമ്പ് നമ്മൾ കേൾക്കുന്നത് ആരെയാണ്? സാക്ഷികളെയാണ്. കൃപാസനത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ ചിന്തിച്ച് ചെയ്യണമല്ല, കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് തോന്നിപ്പിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ ഈശോ വരുന്നുമ്പോൾ ആരാ വരണത്? സാക്ഷികൾ വരും. സാക്ഷികൾ 2.5 മണിക്കൂർ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? പ്രാർത്ഥിച്ചത് കേട്ടുകൊണ്ടിരിക്കും. എന്താണ്? നാളെ നമുക്കും ആ അനുഭവം കിട്ടാനുള്ളതാണ്. നാളെ നമുക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കണം. എന്താണ്? കർത്താവ്, എനിക്കും നിന്നെ സാക്ഷ്യപ്പെടുത്താൻ
സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എനിക്കും അനേകം മക്കളുടെ മുമ്പിൽ നിന്റെ സ്നേഹവും നിന്റെ സന്ധിപ്പും വെളിപ്പെടുത്തുവാൻ എന്നെയും സുവിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. മക്കളെ, ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ഇപ്പം നിങ്ങൾ വിചാരിക്കണത് എന്താണ്? എനിക്ക് IELTS കിട്ടണം, അപ്പോൾ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിട്ടുമായിരിക്കും അല്ലേ, കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുഷ്യൻ സ്വയം ആശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ അത് മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളാണ്. മനുഷ്യൻ്റെ ലക്ഷ്യം വരുമ്പോൾ ഒരു കുതിരയെ പൂട്ടണ പോലെ വരത്തുള്ളൂ. വണ്ടിക്ക് 2 കുതിരയെ പൂട്ടണം. പ്രാർത്ഥനാ വണ്ടിക്ക് 2 കുതിരയെ പൂട്ടണം. എന്താണ്? ഒരു കുതിര മനുഷ്യൻ്റെ ലക്ഷ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. രണ്ടാമത്തെ എന്താണ്? എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയാകണം. അതാണ് രണ്ടാമത്തെ കുതിര. ഒരു വണ്ടിക്ക് 2 കുതിരയൊക്കെയാണ് കെട്ടേണ്ടത്. ചില ആൾക്കാർ 1 കുതിരയെ കെട്ടത്തുള്ളൂ. അതാണ് സ്ലോ ആകേണ്ടത്. വണ്ടി സ്ലോ ആവും അല്ലേ? 1 കുതിരയെ കെട്ടിയാൽ വണ്ടി സ്ലോ ആയിപ്പോവും. 2 കുതിരയെ കെട്ടണം. എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ജോലി കിട്ടണം. ജോലി കിട്ടിയാൽ അനിയനെ പഠിപ്പിക്കാൻ പറ്റും. അതൊരു ലക്ഷ്യമാണ്. അനിയൻ പഠനത്തിൽ വിഷമോ, അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അപ്പയ്ക്ക് രോഗമൊക്കെ ആയത് കാരണം അപ്പയ്ക്ക് അനിയനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് കാരണം നമ്മൾ കർത്താവിൻ്റെ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീട്ടിട്ട് പറയണം, എൻ്റെ അനിയനെ പഠിപ്പിക്കണം, അതുകൊണ്ട് എന്നെ എത്രയും വേഗം ജോലി എനിക്ക് തരണമെന്ന് ചേച്ചി പറയുകയാണെങ്കിൽ കാര്യങ്ങൾ കറക്റ്റാണ്. ജെനുവിൻ റീസൺ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് ഫീൽ ചെയ്യണം നിങ്ങൾ പറയണത്. കാര്യം അതാണ് ഈ സ്വാർത്ഥത അവിടെ വന്നപ്പോൾ കുറച്ച് നനഞ്ഞു പോകും. നനയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഒരു മനസ്സ്, പരസ്നേഹത്തിൻ്റെ ഒരു കണ്ടൻ്റ് എപ്പോഴും ഉണ്ടാവണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒന്നാമത്തെ എന്താണ്? ഇപ്പം നമ്മൾ ഗലാത്യർ ഒക്കെ വായിക്കുമ്പോൾ 5:22 വായിക്കുമ്പോൾ സ്നേഹമാണ് വരണത് അല്ലേ? സ്നേഹം. വചനമൊക്കെ വായിക്കണത് എന്തിനാണ് നമ്മൾ വായിക്കണത്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവങ്ങളൊക്കെ അറിയാനാണ് നമ്മൾ വചനം. ദൈവത്തിൻ്റെ വാക്ക്, ഇപ്പോൾ ഒരുത്തിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അവൻ്റെ സ്വഭാവം എന്താണെന്ന് ഇല്ലേ? നമ്മൾ വചനം വായിക്കണത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ ഡീലിങ്സ് എളുപ്പമാകും. ഒരാളെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പാടായിരിക്കും. അപ്പം നമ്മൾക്ക് എപ്പോഴും ഈ പരസ്നേഹത്തിന് എപ്പോഴും പ്രാധാന്യം വരണം പ്രാർത്ഥനയിൽ. പിടിയിട്ടില്ലേ? ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങിക്കണേ. അപ്പോൾ നിങ്ങൾ കാറ് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടനെ ചിന്തിക്കണം, എന്താ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ആരെയും ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ തന്നെ അടുത്ത വണ്ടിക്ക് കാത്തിരിക്കേണ്ട സമയമില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വണ്ടിക്ക് പോന്നാൽ മതിയല്ലായിരുന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ദൈവികമായ കണ്ടൻ്റൊന്നും ഇല്ല. നിങ്ങൾ കാറ് വാങ്ങിക്കണത് നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയണേ, എങ്ങാനും അയൽവാസികൾ ആരെങ്കിലും രാത്രി നെഞ്ചുവേദന വന്നാൽ അതുങ്ങളെപ്പൊക്കെ കൊണ്ടുപോകാമല്ല കർത്താവെന്ന് പറയണമെങ്കിൽ വിവരം മാറും. ഈ വിഷയം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിലാണ് വിഷയം ഇരിക്കുന്നത്. ഇന്നത്തെ സ്വാർത്ഥതയുടെ കണ്ടൻ്റ് എല്ലാം എടുത്ത് കളയണം. എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം പറയുമ്പോൾ ഉടനെ സ്നേഹം പറയാൻ കാരണം എന്താ? സ്നേഹം, ക്ഷമ, ദയ എന്നൊക്കെ പറഞ്ഞില്ലേ പറയണത്. എന്താ പിന്നെ ദയ ആദ്യം പറയണ്ടേ? അല്ലെങ്കിൽ ക്ഷമ ആദ്യം പറയണ്ടേ? ഇല്ല, സ്നേഹമാണ് ആദ്യം പറയണത്. അപ്പോൾ എന്ത് നിങ്ങൾ ചോദിച്ചാലും ബൈബിൾ പറയും സ്നേഹമായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ 1 കൊരിന്ത്യർ വായിക്കണില്ലേ? 13:14 വായിക്കണില്ലേ? സ്നേഹമായിരിക്കട്ടെ. 14:1 വായിക്കണം. എന്താണ്? 1 കൊരിന്ത്യർ 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വെക്കുമ്പോഴും നിങ്ങളുടെ IELTS ആയാലും വസ്തു വാങ്ങിക്കുന്നതായാലും ശരി, പ്രാർത്ഥനയ്ക്ക് വെക്കുമ്പോൾ അതിലെല്ലാം ഈ പരസ്നേഹത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോഴാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതിയായിട്ട് ക്രമേണ കൺവേർട്ട് ചെയ്യണത്. നിങ്ങൾ എന്ത് കിട്ടിയാലും ഈ ജഡത്തിൻ്റെ കുഴപ്പം എന്തറിയാവോ? ജഡത്തിന് ജഡികം എന്നും പറഞ്ഞൊരു ബൈബിള് തിരിക്കും. ജഡത്തിന് എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകും.
ഇപ്പോഴ് നമ്മൾ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മൂർത്തമായ വേറെ ഒരു പ്രതലമുണ്ട്. ഇപ്പം അമ്മ തന്നെ നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ എന്താണ് വിഷയം ആയിട്ട് ഉയർത്തണത്? എന്താ ഇതെങ്ങനെ ഇപ്പം ലൂക്ക 1:34 അല്ലേ? എങ്ങനെ സംഭവിക്കും? ആ വാക്ക് ഭയങ്കര സീരിയസ് ആണ്. ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പക്ഷേ മലയാളത്തിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് മലയാളമാണ്. ഹൗ ക്യാൻ ഇറ്റ് ബി എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. പക്ഷേ മലയാളം എന്താ പറയണത്? ലൂക്ക 1:24 എങ്ങനെ സംഭവിക്കും. ഒരു ദിവസം ഞാൻ ഈ സംഭവിക്കുമെന്നുള്ള വാക്ക് വായിച്ചപ്പോഴേ ഞാനെല്ലാം കർത്താവിൻ്റെ വചനം വളരെ സീരിയസ് ആയി വായിക്കും. എപ്പോഴും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് കർത്താവിൻ്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ സംസാരം നമ്മൾ കർത്താവിനോട് നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്, സംസാരം കേൾക്കാൻ പോവുകയാണ്. എന്നാൽ കുറച്ച് നേരം ഇനി കർത്താവിനെ കേട്ടിട്ട് കാര്യം എന്ന് വിചാരിച്ച് കർത്താവിനെ കേൾക്കുമ്പോൾ ആ കർത്താവിനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ കർത്താവിനോട് ഒരു സ്നേഹം. ഇപ്പോൾ ബൈബിളൊക്കെ നിങ്ങൾ ഉടമ്പടി പ്രകാരം വായിക്കത്തില്ലേ? ഉടമ്പടി പ്രകാരം വായിക്കുമ്പോൾ ഉടമ്പടി ചെയ്തതാണ്, അതുകൊണ്ട് ഈ സംഭവം കുറച്ച് നേരം വായിക്കണം. അങ്ങനെ വായിച്ചാൽ പോയി. നിങ്ങൾ കർത്താവിനെ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ വേണ്ടത്? വർത്തമാനം ഒരു മനുഷ്യൻ്റെ കേൾക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ആ വ്യക്തിയോടുള്ള സ്നേഹമാണ് പ്രധാനപ്പെട്ടത്, ഇല്ലേ? ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നീ മനസ്സിനോട് ചോദിക്കണം, കർത്താവിൻ്റെ വർത്തമാനം ഞാൻ കേൾക്കാൻ പോവുകയാണ്, കർത്താവ് പറയണത് ഞാൻ കേൾക്കാൻ പോവുകയാണ്, ഇത്രയും കേൾക്കാനുള്ള സ്നേഹം എനിക്ക് കർത്താവിനോടുണ്ടോ എന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, വചനം വായിക്കുമ്പോഴേ അങ്ങയുടെ വർത്തമാനം കേൾക്കുമ്പോഴേ കേൾക്കാനുള്ള സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഉമിനീരില്ലേ? ഇല്ലേ? ഉമിനീരില്ല എന്നുണ്ടെങ്കിൽ ഉമിനീരാണ് നമ്മളുടെ ആഹാരത്തെ ദഹിക്കാൻ സഹായിക്കണതെല്ലാം, അല്ലേ? അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉമിനീരാണ് ദൈവസ്നേഹം എന്ന് പറയണത്. ദൈവസ്നേഹം എപ്പോഴും വർക്കൗട്ട് ചെയ്യണത് ഈ പരസ്നേഹം കൂടുന്നതനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഇക്വിലിബ്രിയമാണത്. പരസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവസ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവം. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരസ്നേഹം കൂട്ടാൻ നോക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും, പിന്നെ അവർ നമുക്ക് പാര വെച്ച ആൾക്കാരാണ്, അവർ നമുക്ക് സൂചി വെച്ച ആൾക്കാരാണ്, ഇവനെയൊക്കെ സ്നേഹിച്ചിട്ട് വലിയ പുണ്യമൊന്നും വേണ്ടെന്ന് മനസ്സിൽ പറയുമായിരിക്കും, ഇല്ലേ? അത് നെഗറ്റീവായിട്ട് മനസ്സ് പറയുമ്പോഴും അപ്പം നമുക്ക് മാതൃകയായിട്ട് വരുന്നത് ആരാണ്? ഈശോ. ശത്രുക്കളെപ്പോലും സ്നേഹിച്ച ഈശോൻ്റെ അടുത്താണ് നമ്മൾ പെറ്റീഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ ശത്രുവിനെ സ്നേഹിക്കുന്നതിന് പോയിൻ്റ് കൂടുതലാണ്. നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതിന് 2 പോയിൻ്റേ ഉള്ളെന്ന് വിചാരിച്ചോ? നിൻ്റെ അപ്പനെ സ്നേഹിക്കുന്നതിന് 2 പോയിൻ്റേ ഉള്ളൂ. കാരണം അപ്പനല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അയൽവാസിയെ സ്നേഹിക്കണമെങ്കിൽ ചിലപ്പോൾ 2-3 പോയിൻ്റ് ഉണ്ടാവും. എന്താ കാര്യം? അയൽവാസിയോട് പിന്നെ ഒരു ബന്ധമില്ല, നിനക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. കാരണം നമ്മൾ ഈ പ്രളയത്തിൻ്റെ സമയത്ത് പോലും വെള്ളം നമ്മുടെ വാതിക്കൽ കൂടി ഒഴുകിയ വെള്ളം അവർ വിടാതെ തടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഇവനെ സ്നേഹിച്ചാലുള്ള പണിയും തരിക്കും, ഇല്ലേ? പക്ഷേ എന്നിട്ടും നമ്മൾ അയൽവാസിയെ സ്നേഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചിലപ്പോൾ നമുക്ക് പാരയെ സൂചിയും വെക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ നമ്മൾ അവരെ സ്നേഹിക്കും. എന്തടിസ്ഥാനത്തിൽ? കർത്താവിൻ്റെ വചനത്തിൻ്റെ, ഈശോ പറഞ്ഞത് കാരണം. അപ്പോൾ അതിനെന്ത് പറ്റും? ഈശോ പറഞ്ഞത് കാരണമായത് കാരണം 1 പോയിൻ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ശത്രുവിനെയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ 4 പോയിൻ്റ് കിട്ടും. ഈ പോയിൻ്റ് അത് കാരണം കുരിശ് കിടന്നപ്പോൾ ഈശോയ്ക്ക് ഇതിൻ്റെ ടെക്നിക്സ് അറിയാമായിരുന്നു. പിതാവിൻ്റെ മനസ്സിലുള്ള ഞാനും പിതാവ് ഒന്നാകുന്നു, പീലിപ്പോസ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ പിതാവിൻ്റെ മനസ്സിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ഈശോയ്ക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് ഏറ്റവും, പ്രത്യേകിച്ച് വല്ലാത്ത ഒരവസ്ഥയിലാണ് കുരിശിൽ ഇങ്ങനെ നിലവിട്ട് ഈശോ കിടക്കുന്നത്.
അപ്പോഴും ശത്രുവിനെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടുതലാണ്. അപ്പം നിൻ്റെ മഹത്വത്തിൻ്റെ ഗ്രേഡ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇതിൻ്റെ ഒരവസ്ഥ അറിയാമല്ലോ. ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ പട്ടിക്ക് എത്ര കൊല്ലമാണ് പ്രായം? മാക്സിമം 15 കൊല്ലം കഴിയുമ്പോൾ പട്ടി മരിക്കും. നിങ്ങൾ 25,000 രൂപയ്ക്ക് മേടിച്ച അൽസേഷ്യൻ ആയാലും ലാബ്രഡോറായാലും ഷെപ്പേഡായാലും 1,00,000 രൂപയ്ക്കൊക്കെ പട്ടിക്കുഞ്ഞിന് വിലയുണ്ട്. പക്ഷേ എന്തായാലും 15 കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും. കുതിരയാണെങ്കിൽ 40 കൊല്ലം കഴിയുമ്പോൾ ഈ സംഭവം ചത്തുപോകും. ആ പാട് 2 മണിക്കൂറാണ് സാധനം ഉറങ്ങണത്, പല ഘട്ടമായിട്ട്. ഓരോ ജീവികൾ ഓരോ പ്രത്യേക. ആനയാണെങ്കിൽ ഇവന് 1,00,000 രൂപ വിലയുണ്ട് ആനയ്ക്ക്, പക്ഷേ 80 കൊല്ലം മാക്സിമം, അത് കഴിയുമ്പോൾ ചത്തുപോകും. അപ്പോൾ ഒരു ആനക്കുഞ്ഞാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആനയുടെ കുഞ്ഞ് വളർന്നാൽ മാക്സിമം എത്ര കൊല്ലം വരെ വളരും? 80 വർഷം. നമ്മൾ 80 വർഷം വരെ വളർന്നാൽ മതിയെങ്കിൽ നമ്മൾ ആനക്കുഞ്ഞുങ്ങളാണ്. അല്ല, നമ്മൾ ആരുടെ കുഞ്ഞുങ്ങളാ? ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മുടെ അവകാശം എന്താണ്? ദൈവത്തിൻ്റെ ആയുസ് വരെ നമുക്ക് ആയുസ്സിന് അവകാശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിൻ്റെ ആയുസ് വരെ എന്ന് പറയുമ്പോൾ നിത്യതയാണ്. ഈ ദൈവത്തിൻ്റെ ആയുസ് നമ്മളെ ആത്മാവ് സർവീസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണല്ലോ ഈശോ പരിഹാരം ചെയ്തത്, അത് റിട്ടാലിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഈശോയുടെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടിയിട്ട് ദൈവത്തിൻ്റെ ആയുസ് വരെ നമ്മൾ വരണത്. അപ്പോൾ പല കോംപ്രമൈസിനും നമ്മൾ തയ്യാറാകണത് എന്താണ്? ദൈവത്തിൻ്റെ ആയുസ്സിന് വേണ്ടിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാരുണ്യത്തിന്. അപ്പോൾ ക്ഷമിക്കാനോ അല്ലെങ്കിൽ പൊറുക്കാനോ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ബലം പ്രയോഗിച്ച് ക്ഷമിക്കും. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ പേരിൽ. എന്തിനാണ്? ആയുസ്സിൻ്റെ പ്രശ്നമാണ്. കർത്താവ് നേടിയെടുത്ത ആയുസ് നമുക്ക് അവകാശമാക്കുന്നത് കർത്താവിൻ്റെ വാക്ക് പാലിക്കുന്നതിലൂടെയാണ്. മനസ്സിലായില്ലേ? കർത്താവ് ആയുസ് നേടിയെടുത്തു, പക്ഷെ അത് നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ്? നമ്മളതിന് പേയ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ എഡ്വേർഡ് ജനറൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗോവസൂരി പ്രയോഗം? പണ്ട് വസൂരി എന്നും പറഞ്ഞ രോഗം ഉണ്ടായിരുന്നില്ല, അതിന് മരുന്നുണ്ട്. അപ്പോഴാ മരുന്ന് കിട്ടിയപ്പോഴാണ് ഈ വസൂരി രോഗം ലോകത്ത് തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇടയ്ക്ക് രണ്ടാമോ അന്നെന്ന് പറഞ്ഞ് ഇടയ്ക്ക് പിന്നെ അത് പോയി, സബ്സൈഡായി. കാര്യം അതിന് മരുന്നുണ്ട് ഓൾറെഡി. പേപ്പട്ടി വിഷത്തിനും മരുന്ന്. എത്രയോ പേരാണ് പേപ്പട്ടി കടിച്ച് മരിച്ചത്. ലൂയിസ് പാസ്റ്റർ സംഭവം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് മരുന്നുണ്ട്. അതിന് മരുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. നമ്മളെ പേപ്പട്ടി കടിച്ചാൽ നമ്മളാ ഇഞ്ചക്ഷൻ പേയ്മെൻറ്റ് നടത്തണം, അത് വാങ്ങിക്കണം. അല്ലെങ്കിൽ വിദഗ്ധനായ ഫിഷഗറിനെ കൊണ്ട് നമ്മളത് ഇഞ്ചക്ട് ചെയ്യിക്കണം, പേയ്മെൻ്റ് ഉണ്ട്. കർത്താവ് നിത്യരക്ഷ വീണ്ടെടുത്തു, പക്ഷേ വി ഹാവ് ടു പേ ഇറ്റ്. കണ്ടുപിടിച്ചാണ് രക്ഷ. കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തതോടുകൂടി രക്ഷ എന്നുള്ള സാധ്യത വന്നു, പക്ഷേ അവനവൻ പേ ചെയ്യണം. അത് പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മളെ കർത്താവിന് വാക്ക് പാലിക്കുന്നതനുസരിച്ചാണ് പേയ്മെൻറ്റ് വരുന്നത്. നമ്മളെന്താ പറയണത്? നമ്മൾ ശത്രുവിനോട് ക്ഷമിക്കും, അത് പേയ്മെൻറ്റാണ്. നമ്മളതിൻ്റെ വില കൊടുക്കുക. കർത്താവ് നേടിയെടുത്ത രക്ഷ നമുക്ക് ലഭിക്കാൻ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത എല്ലാം പേയ്മെൻറ്റാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നില്ലേ, അത് കൂട്ടിൽ വെക്കാനുള്ള ഫലങ്ങളല്ല. അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നേടിയെടുത്ത രക്ഷ നമ്മൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള പേയ്മെൻറ്റാണ്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അതുകൊണ്ട് പേയ്മെൻറ്റ് 10 പൈസ ഉണ്ടാക്കാൻ നോക്കണം. ഗലാത്യർ 5:22 എന്താ പറയണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഇതെല്ലാം ഡോളറും റുപ്പിയയുമാണ്. ഇതെല്ലാം യൂറോ പോലുള്ള പരിപാടിയാണ്. ഇത് കൊടുത്താണ് നമ്മൾ നിത്യരക്ഷ, കർത്താവ് നേടിയ രക്ഷ നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണത്. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? ഇത് കൊടുക്കാനുള്ള
നമ്മൾ റിച്ചാകണം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് ഈശോ പറഞ്ഞില്ലേ? ശരീരത്തിൻ്റെ പണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് പണം തന്നെയാണ്. ആത്മാവിൻ്റെ സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അതാണ് നമ്മളെ ദൈവതിരുസന്നിധിയിൽ ലൂക്കാ 12:21 അനുസരിച്ച് കൊണ്ട് ദൈവതിരുസന്നിധി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സമ്പത്ത് ശേഖരിക്കുന്നവൻ്റെ സ്ഥിതി എന്ന് പറയുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എങ്ങനെ സമ്പന്നനാകും? ദൈവതിരുസന്നിധി സമ്പന്നനാകണത് കർത്താവ് നേടിയെടുത്ത കൃപ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പർച്ചേസിങ് കപ്പാസിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ്. ഈ പർച്ചേസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. അത് സ്നേഹമാണ്, ആനന്ദമാണ്, ക്ഷമയാണ്, നന്മയാണ്, വിശ്വസ്തതയാണ്, ആത്മസംയമനമാണ്. അങ്ങനെയാണ് നവീകരണം സംഭവിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ ഹൃദയശാന്തതയും വിനയമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം പോലെ ആക്കണമെന്ന് പണ്ട് ഹൃദയത്തെ പ്രതിഷ്ഠയ്ക്ക് പ്രാർത്ഥനയില്ലായിരുന്നു. നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചു തന്ന പ്രാർത്ഥനയാണ്. എന്താണ്? വിനയം. അതിൻ്റെ ഇതിലെന്താ വരുന്നത്? അഹങ്കാരം വരും അല്ലേ? വിനയത്തിൻ്റെ ഇതിലെന്താ? അഹങ്കാരം. അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വിനയം വരുന്നത്. വിനയം വരുമ്പോൾ സ്വാഭാവികമായി ഈശോൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു നേച്ചറാണത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഫീഡാകാതിരിക്കാൻ മാക്സിമം പവറിൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ പോളിയോയുടെ മരുന്നൊക്കെ കൊണ്ടുപോയി നമ്മൾ എവിടെയാണ് വെക്കണത്? ഫ്രിഡ്ജിലാണ് വെക്കണത് ഇല്ലേ? ചില മരുന്ന് എഴുതി വെച്ചിട്ടില്ല, മരുന്ന് എഴുതി കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ് എന്ന്, അധികം സൂര്യപ്രകാശമില്ലാത്ത തണുത്ത സ്ഥലത്ത് വെക്കണമെന്ന്. കാര്യം എന്താണ്? അതിൻ്റെ മോളിക്കൂളിൻ്റെ ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് പവർ കുറയും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പവർ കുറയാതിരിക്കാൻ വേണ്ടിയാണ് കീപ്പ് ഇറ്റ് ഇൻ എ കൂൾ ആൻഡ് ഡാർക്ക് പ്ലേസ്. വിനയത്തിൽ സൂക്ഷിക്കാൻ പറയും. അഹങ്കാരം വന്നു കഴിയുമ്പോൾ വെളിച്ചം കയറും. എന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, പരിശുദ്ധാത്മാവ് നിലനിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ആധ്യാത്മിക കാലാവസ്ഥയിലെ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പം കർത്താവിന് നമ്മളിലേക്ക് ചാഞ്ഞു വരാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വാക്കുകളൊന്നാണ്, അവൻ എൻ്റെ മേൽ ചാഞ്ഞു വന്നുവെന്ന്, ബെൻഡ് ചെയ്ത് വന്നു. ഇപ്പോഴും സ്നേഹവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൂടുമ്പോൾ ദൈവം നമ്മളിലേക്കും നമ്മുടെ ജീവിത അവസ്ഥകളിലേക്കും ചാഞ്ഞു വരും. അപ്പം കർത്താവിൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ ചാഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു ആകർഷണമാണ്. നമ്മൾ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് ബൈബിൾ പറയുന്നൊരു വിഷയമാണ്. അത് നമ്മളെ അതുപോലെ തന്നെ ഒന്നാണ് ദൈവം നമ്മളിലേക്ക് ആകർഷിച്ചു വരും. അതിനാണ് ചാഞ്ഞു വരണമെന്ന് പറയണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് നമ്മളിലേക്ക് ദൈവം ചാഞ്ഞു വരണത്. ഇപ്പം നീ പഴയ കണ്ടത്തടിക്ക് മുണ്ടത്തടി ഒറ്റടി ചത്താലും ചത്തില്ലേലും 3 മണിക്ക് അടക്കം വന്നും പറഞ്ഞ് നിൽക്കത്തില്ലേ? ചാഞ്ഞു വരത്തില്ല. പിശാച് ചാഞ്ഞു വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മക്കളെ, ഇത് കർത്താവിൻ്റെ വഴികളാണിത്. നമ്മളിത് ലോകത്തിൻ്റെ വഴികൾ പോലെ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യാഖ്യാനിച്ചിട്ട് പൗലോസിനെ പോലുള്ളവർ പറയും, ഇതൊക്കെ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്കും ആണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലാത്തവർക്കിത് ജഡിയന്മാർക്കിത് കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാവത്തില്ല. അങ്ങനെ വിഷയമുണ്ട്. ജഡം എപ്പോഴും, ഇപ്പോൾ അമ്മ തന്നെ എന്താ നേരത്തെ നമ്മൾ കണ്ടത്, ഇതെങ്ങനെ ലൂക്കാ 1:34 ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാര്യം? അതിൻ്റെ മെറ്റീരിയൽ പ്രീറിക്വിസിറ്റ് സാറ്റിസ്ഫൈ ചെയ്യണില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ഒരു പദാർത്ഥത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. ബൈബിളിൽ എപ്പോഴും ഇപ്പോൾ ഒരു സംഭവം അമ്മയുടെ വർത്തമാനം എന്താ? ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഈവൻറ്റ് ഹാപ്പൻ ചെയ്യണം, ഒരു കാര്യം സംഭവിക്കണം. അതിനെന്ത് വേണം?
2 കണ്ടൻറ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. എന്താണ്? ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടൻ്റ് ഉണ്ട്, ഒരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട്. ഇതിന് രണ്ടിനും സമാധാനം പറഞ്ഞ അമ്മ തന്നെയാണ് ബൈബിളിലെ. പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും അമ്മ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു പോകും എനിക്ക്. ഇപ്പം എന്നാ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അതിനൊരു മെറ്റീരിയൽ കണ്ടൻ്റ് ഉണ്ട് അതിനെ. കാര്യം ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഒരുമിച്ചുള്ള സഹകരണം വേണം. അതാണ് എൻ്റെ പദാർത്ഥ മാത്രമായ കണ്ടൻ്റ്. അപ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവം, ജോലി ആയാലും ശരി, വീട് വാങ്ങിക്കുന്നതായാലും ശരി, കടം മാറ്റണതായാലും ശരി, കടം ഇളവ് കിട്ടണതായാലും ശരി, രോഗം സുഖപ്പെടുന്നതായാലും ശരി, ഒരു പദാർത്ഥ മാത്രമായ ഏജൻ്റ് ഉണ്ട് അവിടെ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ ഈ പദാർത്ഥ മാത്രമായ ഏജൻ്റ് ചില സമയത്ത് വീക്കാകാം, ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നിർബന്ധമില്ല, കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. മെറ്റീരിയൽ കണ്ടൻറ്റിൽ നമ്മൾ ചില സമയത്ത് പാപ്പരാകാം. ഇപ്പോൾ സ്ഥലം മേടിക്കണം, അല്ലെങ്കിൽ നമുക്ക് വഴി നടക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ കാശില്ല. ഇതെങ്ങനെ ഞാൻ പടമ്പ മേടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കാതെ എനിക്ക് എൻ്റെ നാളെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, ശവം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ മേടിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ആ കക്ഷികൾ നമ്മളെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി പെട്ടവരൊക്കെ നമ്മുടെ സ്ഥലം ചൂണ്ടിയെടുക്കാൻ വേണ്ടി അവർ ആ സ്ഥലം തരാൻ ഉദ്ദേശിക്കണില്ല. ചില ആൾക്കാരുണ്ടല്ല, സ്ഥലം തരത്തില്ല. അതിലെ വഴി നമുക്കുള്ളതെന്നറിയാം. നമുക്ക് വഴി തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പൊറുക്കും, തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടവരൊക്കെ അവർക്ക് കൊടുത്തിട്ട് നമ്മളവിടെ നാടുവിട്ട് പോകും, വഴി കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അമ്മ ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ അച്ഛനിപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു സ്ഥലം നമ്മൾ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നാട്ടുകാർ വേറെ ആരുടെയും വഴി കൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. 2 കാര്യങ്ങൾ സംഭവിക്കാം. എന്താണ്? ഒന്ന്, നമുക്ക് പണം ഉണ്ടാക്കി അവർക്ക് പണം കൊടുക്കണം. പക്ഷേ അവർ പറയണത് എന്താണ്? ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പെട്ടവരൊക്കെ തന്നിട്ട് നാട് വിട്ടു പോയിക്കൊള്ളാൻ പറയും. അതെ, പദാർത്ഥം മാത്രം ഒരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ പിന്നീട് ഉന്നയിക്കുന്നത് അതെല്ലാം തടസ്സവാദം, പദാർത്ഥ മാത്രമായ തടസ്സവാദങ്ങളാണ്. അത് ഒരു സംഭവം നടക്കുന്നതിനുള്ള പദാർത്ഥപരമായിട്ടുള്ള പ്രതലങ്ങളാണ്. അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് അമ്മ ചോദിക്കുന്നത്, നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴേ അതിന് മറുപടിയുണ്ട്. എന്താ മറുപടി പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. ഇപ്പം പദാർത്ഥ മാത്രമായ വിഷയം. ഇപ്പം ചിലർ പറയും, കഴിഞ്ഞ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം കിടപ്പുണ്ടായിരുന്നു, ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം. കാര്യം പൊട്ട പരീക്ഷ എഴുതി കുളവാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ബോംബെയിലോട്ട് വിളിച്ച് പറഞ്ഞ് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ പറഞ്ഞു, എടാ പോടാ, ഞാനിപ്പോൾ ഒരു രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വന്നോ? അയ്യോ നീ നോക്കിയാന്ന് ചോദിച്ചില്ലേ? ആ പരീക്ഷ പൊട്ടയാണ്, എഴുതി കുളവാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരനൊക്കെ എന്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ പറയണത്, എടാ ഞാനൊരു രോഗീനെ ഇപ്പോഴേ നോക്കിക്കൊണ്ട്. അസത്യമായ കാര്യമാണ്. കാര്യം എന്താണ്? ആ പരീക്ഷ റിസൾട്ട് കേട്ടിട്ടും വലിയ കാര്യമില്ല. കാര്യം എങ്ങനെ സംഭവിക്കും? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടില്ല, പരീക്ഷ നാശകോടാലിയായിപ്പോയി. എൻ്റെ മെറ്റീരിയൽ വശമാണ്. നമ്മൾക്ക് എഴുതാനുള്ള നമ്മൾ എഴുതിയിട്ടില്ല, പല ക്വസ്റ്റ്യൻസും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തോക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇനി എങ്ങനെ ജയിക്കും? ഞാൻ നന്നായി പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, അതാണർത്ഥം. എൻ്റെ മെറ്റീരിയൽ തല ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു വിഷയം പരീക്ഷ എന്ന് പറയും. പക്ഷേ അവൻ രോഗിയെ നോക്കിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അവന് തോന്നി, ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കിടക്കുന്നു, ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല, പരീക്ഷ ഞാൻ പൊട്ടയായിരുന്നു, പക്ഷെ നാട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇനി അമ്മ പരിശുദ്ധ അമ്മ വല്ലതും ചെയ്തെങ്കിൽ ചെയ്തതാണ്. പക്ഷെ രോഗിയെ നോക്കിക്കഴിഞ്ഞ് അവൻ റിസൾട്ട് നോക്കിയപ്പോൾ അമ്മ അവനെ ജയിപ്പിച്ചിരിക്കുന്നു. കൈയടിച്ച് കിടത്താൻ പ്രൈസലാ. അതാണ് എൻ്റെ മക്കളോട് ഞാൻ ഇടയ്ക്ക് സമയത്ത് ഭയങ്കര ചിലരൊക്കെ ചെയ്ത് കാർക്കശ്യം കാണിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ പേപ്പർ നോക്കണത് ഉടമ്പടി. ഇപ്പം നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ പേപ്പറാണ് എടുത്ത് നോക്കണത്. പേപ്പർ നോക്കിയിട്ട് പുതുക്കിയിട്ടുണ്ടാകുന്ന നോക്കും, പുതുക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചു തരും. എന്താ? നിങ്ങളുടെ വഴക്കുണ്ടായിട്ടല്ല, കാരണം നിങ്ങൾ ആളുമായിട്ട് ഉടമ്പടി, ആളിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. നിങ്ങളത് ആ ഭാഗം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പണി എളുപ്പമാകും.
നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയല്ലേ. അപ്പം നിങ്ങൾ അതിനകത്ത് സത്യസന്ധമായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് റിസ്ക് ഇല്ല. പിന്നെ കാര്യം എന്താ, നമ്മൾ ചെയ്യാനുള്ള ചെയ്തു, പഠിക്കാനുള്ള പഠിച്ചു, എഴുതാനുള്ളതൊക്കെ എഴുതി, നമ്മളെ പറ്റണ പോലെ എല്ലാം നമ്മൾ ചെയ്തു. പിന്നെ എന്താ ബാക്കി എന്താ കാര്യം? പിന്നെ അമ്മയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ള സാഹചര്യം നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യണം. തന്നെയല്ല, ദൈവത്തെ എപ്പോഴും വിശ്വാസത്തിലെടുക്കണം മക്കളെ. അത് എന്തെല്ലാം സംഭവിച്ചാൽ തിരികെ പോകരുത്. ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ എബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്, ഞാനല്ല പഠിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പഠിച്ചതാണ്. എനിക്ക് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് പൗലോസ് പറയണത് കറക്റ്റാണ്. എന്താ, അതായത് തിരിച്ചു പോകാൻ, താൻ വിട്ടിറങ്ങി പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവസരമുണ്ടായിരുന്നെന്ന്. ഷോ, എന്നാ ഈ പൗലോസ് എന്നാ സംഭവമാണ്. നമ്മൾ ഹെബ്രായർ 11:15 താൻ വിട്ടിട്ട് പോകുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടായിരുന്നെന്ന് പറഞ്ഞ മനസ്സായില്ലേ? നമ്മൾ വിട്ടു പോകുന്നത് ചിലപ്പോൾ പഴയ ജീവിതമായിരിക്കും. ചില വെള്ളമടിക്കാരുണ്ടാകും, ചിലപ്പോൾ ആൾക്കാരുടെ കഴുത്തേക്കാറുന്ന ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ പല ചുറ്റിക്കളിയുള്ള ആൾക്കാരുണ്ടാകാം, ചിലപ്പോൾ വൈരാഗ്യവും പൗശന്യവും പകയും വിദ്വേഷവും ചതിയും അഹങ്കാരവും പറ്റിപ്പും അമിത പലിശയും അങ്ങനെ ജഡത്തിൻ്റെ എല്ലാ മോഹങ്ങളും ദുർമോഹങ്ങളും ഉള്ള ആൾക്കാരാകാം. അതെല്ലാം വിട്ടുപോകുന്ന ആളാണ്, വിഗ്രഹ ആരാധന അവർ വിട്ടുപോകുന്ന ആളാണ് എബ്രഹാം. അതാണ് ഹെബ്രായർ 11:15 താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് തിരികെ പോരണമെന്ന് എബ്രഹാം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ടാകുമായിരുന്നെന്ന്. ഏതാണ് അവസരം? സൊദോം ഗൊമോറയിൽ തീയിടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ എബ്രഹാം കൂടാരത്തിൽ താമസിക്കുക. എങ്ങാനും ഒരു കഷ്ണം തീ കൂടാരത്തിൽ വീണാന്ന് ഒത്തുപോകാൻ സംഭവം. ഇപ്പം നമ്മൾ സൊദോം ഗൊമോറയുടെ കഥ വായിക്കണില്ലേ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ? ഇപ്പോൾ സൊദോം ഗൊമോറയുടെ ഭാഗമുള്ള സ്ഥലത്താണ് എബ്രഹാം താമസിക്കുന്നത്. അതിൻ്റെ അകത്തല്ലെന്ന് മാത്രമേ ഉള്ളൂ, ലോത്ത് മാത്രമേ സൊദോം ഗൊമോറയിൽ താമസിക്കുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ സമീപ പ്രദേശത്താണ് എബ്രഹാം താമസിക്കുന്നത്. ആ പ്രദേശം ദൈവം ചുട്ടുകളയാൻ പോകണമെന്ന് പറയുമ്പോൾ എബ്രഹാത്തിന് വേണമെങ്കിൽ ഈ നാടിന് എന്ത് കാര്യം, എബ്രഹാം രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ കണ്ട് താനുമായിട്ട് കരുവേലൊക്കെ മമ്പര താഴ്വരയിൽ എബ്രഹാം ദൈവത്തോട് സംസാരിച്ച സ്ഥലത്തേക്ക് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അടുത്ത് തന്നെ പുക ഉയരണ കാണുന്നുണ്ട്. തീച്ചുള എന്ന പോലെ പുക ഉയരണം. ദാറ്റ് മീൻസ് എബ്രഹാത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സൊദോം ഗൊമോറ, കാണാവുന്ന സ്ഥലത്താണെന്നർത്ഥം. അവിടെ തീയും എന്തെങ്കിലും ഇറക്കാൻ പോകണമെന്ന് എബ്രഹാത്തിന് അറിയാമെങ്കിൽ എബ്രഹാം എന്താ ചെയ്യേണ്ടത്? കൂടാരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അയാൾക്ക് അങ്ങേർക്ക് നല്ല തറവാടുണ്ടായിരുന്നതാണ്, നല്ല ഉറപ്പുള്ള വീടുണ്ടായിരുന്ന ആളാണ്. ഇറാഖിൽ അദ്ദേഹത്തിന് നല്ല സുന്ദരമായ കെട്ടുറപ്പുള്ള തറവാടുണ്ടായിരുന്ന മനുഷ്യനാണ്. ഈ സ്ഥലം തീയും ഗന്ധവും ദൈവത്തിൻ്റെ ശാപമാണപ്പെട്ട് സ്ഥലമാണെന്ന് ആദ്യം അറിഞ്ഞത് എബ്രഹാമാണ്. അങ്ങനെയാണെങ്കിൽ എബ്രഹാത്തിന് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് പറയണത്, തിരിച്ചു പോകാൻ, താൻ വിട്ടുപോയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ എബ്രഹാത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ പാപത്തിന് സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവസരങ്ങളുണ്ടായിരുന്നെന്ന്. എന്തവസരങ്ങളുണ്ടായെന്നാണ് പറയണത്? ജീവിതത്തിന് പരാജയങ്ങൾ, ജീവിതത്തിൽ ദുർഘടങ്ങൾ, അതുപോലെ ജീവിതത്തിൽ ഇതുപോലെ രോഗങ്ങൾ, ഇതെല്ലാം എന്താണ്? തിരിച്ചു പോകാനുള്ള അവസരമാണ്. നമ്മുടെ പഴയ മദ്യപാനത്തിലേക്ക് തിരിച്ചു പോകാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്തിട്ട് പോലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല, എൻ്റെ കടങ്ങൾ പരിഹരിക്കണില്ല, ബാങ്കുകാരൻ ഇപ്പോഴും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തിരിച്ചു പോകാനുള്ള അവസരമാണ്. എബ്രഹാം താൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക്, പാപത്തിൻ്റെ പഴയ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള അവസരങ്ങളായിട്ട് പരാജയങ്ങൾ വരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബൈ നോ മീൻസ് എന്താണ് അവൻ മുന്നോട്ടാണ് പോയതെന്ന്. താൻ പ്രാപിച്ചില്ലെങ്കിൽ പോലും അകലങ്ങളിൽ കണ്ട ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് അവന് ലഭിക്കാതിരിക്കുന്ന നന്മയോർത്തുകൊണ്ട് എബ്രഹാം അഭിവാദനം ചെയ്ത പോലെ ദൈവ പൈതലെ നമ്മൾ പരാജയപ്പെട്ടാലും കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകൾ ഓർത്തുകൊണ്ട് അഭിവാദനം ചെയ്യും. സ്തുതിയുടെ ഹല്ലേലൂയ. കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ നമ്മൾ പഴയകാല ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. എന്താണ്? കർത്താവ് വാഗ്ദാനം വിശ്വസ്തനാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ അനുസ്മരിക്കും. 11:13 ഹെബ്രായ ലേഖനം.
ആ 11:13 അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും. എന്താ കാര്യം? പദാർത്ഥമാത്രമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന പ്രൊവിഷൻ എന്താണ്? കർത്താവിൻ്റെ ഇടപെടലാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മുന്നോട്ട് പോകാൻ ഉള്ള സാമ്പത്തിക സ്ഥിതിയോ ശാരീരിക സ്ഥിതിയോ ബുദ്ധിയോ വൈഭവമോ ഓർമ്മശക്തി പോലും ഇല്ലല്ലോ പറയുമ്പോൾ അതിനുള്ള വചനം എന്താണ്? ഈ മേരിറ്റൽ ഇൻ്റർവെൻഷൻ. പദാർത്ഥം പരാജയപ്പെടുമ്പോൾ അതിന് അമ്മയോട് പറഞ്ഞ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതെ, പദാർത്ഥത്തിൻ്റെ അപ്പുറത്തേക്ക്, ജഡത്തിൻ്റെ അപ്പുറത്തേക്ക്, ഭൗതികയുടെ അപ്പുറത്തേക്ക്, യുക്തിയുടെ അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കും. വി വിൽ ഹോപ്പ് ഇറ്റ്. കൈയടിച്ച് കർത്താൻ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരികയായിരുന്നു, ഒരു സംഭവം നടക്കണമെങ്കിൽ 2 പ്രീ റിക്വസ്റ്റുകളുടെ മുന്നാവശ്യങ്ങളുണ്ട്. ഒന്ന് മെറ്റീരിയൽ കണ്ടൻ്റാണ്, പദാർത്ഥമാത്രമായിട്ടുള്ള അതിൻ്റെ പ്രതലം. രണ്ടാമത്തേത് എന്താണ്? മെറ്റീരിയൽ കണ്ടൻ്റാണ്. അവർക്ക് വീഞ്ഞില്ലെന്ന് അതും പറയണത് ആരാണ്? അമ്മയാണ് പറയണത്. യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈശോ എന്നാ പറയണത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. അതെന്താണ്? സമയമെന്ന് പറയുന്നത് എന്താണ്? മെറ്റാഫിസിക്കൽ സബ്ജക്റ്റാണത്. അതീത ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ടൈം, മെഷർമെൻറ്റ് ഓഫ് മൂമെൻറ്റ്സ്. എന്താണ് സമയമെന്ന് പറയണത്? ചലനങ്ങളുടെ ഏകകമാണത്. എൻ്റെ സമയം ഇനി ആഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പദാർത്ഥമല്ല, സമയം ഒരു ഇമ്മീഡിയറ്റ് സബ്ജക്റ്റാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥലവും വേണം, സമയവും വേണം. സ്ഥലം പദാർത്ഥമാണ്, മെറ്റീരിയലാണ്. സമയം ഇമ്മെറ്റീരിയലാണ്. ഇത് രണ്ടിൻ്റെ ഉത്തരം എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നുള്ളത് തന്നെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ലുക്ക 1:35. ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലോ എന്ന് പറയുമ്പോൾ സമയത്തിനെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാൻ. കർത്താവിൻ്റെ വചനം അടിച്ച് പാലിക്കാൻ പറയുമ്പോൾ, വചനം പാലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടുന്നതാണ്. കൈ അടിച്ച് കർത്താവ്. ഇത് രണ്ടും, ഒരു സംഭവം നടക്കേണ്ട പദാർത്ഥത്തിൻ്റെ പ്രതലവും ഒരു സംഭവം നടക്കേണ്ട ഇമ്മെറ്റീരിയൽ കോൺസെപ്റ്റും, പദാർത്ഥ അതീതമായിട്ടുള്ള പ്രതലവും, അതിനെ അതിജീവിക്കാനുള്ള ദൈവിക പോംവഴികൾ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? ലുക്ക 1:34 യോഹന്നാൻ 2:3 5 അമ്മ ഒരു സംഭവമാണ്. നമുക്ക് വ്യാകുല മാതാവ്, വിമല ഹൃദയം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആത്മീയ പുണ്യത്തിനുള്ള സ്വാഭാവികമായിട്ടുള്ള കുറച്ച് അറിവുകളെ നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പോഴെന്നാ സംഭവിച്ചിരിക്കണത്? ഒരു മനുഷ്യൻ്റെ സർവ്വതോന്മുഖമായ എല്ലാ പ്രതിസന്ധിക്കും അമ്മയിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പോംവഴി. കൈയടിച്ച് കിടത്താണ് ഹല്ലേലൂയ. ഒരു സംഭവം നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലത്തിൻ്റെ പരിമിതികളെയും സമയത്തിൻ്റെ പരിമിതികളെയും അതിലംഘിക്കാനുള്ള സ്വർഗത്തിൻ്റെ സൂത്രവാക്യങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെയാണ് മനുഷ്യരാശി കൈമാറിയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഉടമ്പടി പുസ്തകം. ഉടമ്പടി അതിലേക്കാണ് പോണത്. ശരിക്കും ഉടമ്പടിയുടെ സമവാക്യങ്ങൾ അതാണ്. ഉടമ്പടി ഒരു മരിയം പ്രയറായിരിക്കുമ്പോൾ തന്നെ ഒരു സമ്പൂർണമായ മരിയം പ്രയറാണത്. അല്ല നൊവേനെ പോലെയുള്ള ഭാഗികമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയല്ല. എ കംപ്ലീറ്റ് പ്രയർ, സമ്പൂർണമായ പ്രാർത്ഥന. ഇഹത്തിലും പരത്തിലും നിന്നെ നിലനിർത്തി കർത്താവിൻ്റെ കൃപയിൽ വളർത്തുന്ന നിത്യജീവൻ വരെ നിനക്ക് അവകാശമാക്കുകയും ഈ കാലഘട്ടങ്ങളിൽ നീ അനുഭവിക്കുന്ന പദാർത്ഥമാത്രമായ പ്രതിസന്ധികളെ സുവിശേഷവിഹിതമായ മാർഗങ്ങളുടെ അതിലംഘിക്കുന്നതിന് വേണ്ട ദൈവികമായ സൂത്രവാക്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ലുക്ക 1:34 യോഹന്നാൻ 2:3 5 വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ സാരസംഗ്രഹം, ഉടമ്പടിയുടെ സൈദ്ധാന്തികമായ പശ്ചാത്തലം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിലെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലെ വീരശക്തിയും വിശുദ്ധിയും അഭിഷേകമായി ലഭിക്കാൻ നിത്യത വരെ മഹത്വപ്പെടാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൈവിക ഉടമ്പടിയെ മരിയൻ ഉടമ്പടിയെ ആഴമായി ജീവിതത്തിൽ നിറവേറ്റി സുവിശേഷത്തിന്റെ സാക്ഷിയായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ പൈതലിന്റെ പദവിയിൽ വളരുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടുക. ആരാധന ആരാധന യേശുവേ ആരാധന. എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക മക്കളെ. ഇനി നമ്മൾ ഉടമ്പടി ചെയ്ത എല്ലാവരും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മ വഴി ആരാധനയ്ക്ക് പുനഃസമർപ്പണം ചെയ്യേണ്ട സമയമാണ്. സന്തോഷമായിരിക്കുക. നമുക്ക് ചുറ്റും ഉള്ളതെന്താണ്? ആയിരക്കണക്കിന് സാക്ഷികളാണുള്ളത്. കൃപാസനത്തിൽ 9 ഉപവാസ ധ്യാനമാണ്. 9 ഉപവാസ ധ്യാനത്തിലും നൂറുകണക്കിന് സാക്ഷികളാണ് അവരുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചത്. നമ്മുടെ ആത്മധൈര്യത്തിനായി ഏറ്റുപറയണത്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ഈശോ കാണിച്ചു തരണത് നടുവിൻ്റെ വേദനയാണ്. അതിൻ്റെ കൂടെ നമ്മൾ അസ്ഥി പഞ്ജരങ്ങളിലുണ്ടാകുന്ന എല്ലാ വേദനകളെയും കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. സന്ധിബന്ധങ്ങളിലെ വേദന, മാംസപേശികളിലെ മരവിപ്പ്, സ്പോണ്ടിലോസിസിൻ്റെ അസുഖങ്ങൾ, പിൻകഴുത്തിനൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളില്ലേ, അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥകൾ, അസ്ഥി തേയ്മാനങ്ങൾ, വാതരോഗങ്ങൾ, അങ്ങനെയുള്ള വേദനപ്പാടുകളെല്ലാം നിങ്ങൾക്കിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളെ ഞാൻ വെക്കുന്നു എന്ന് പറയണം. ആ വേദനപ്പാടുകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പേശിവേദനയായാലും അസ്ഥിവേദനയായാലും സന്ധിബന്ധങ്ങളുടെ വേദനയായാലും മാംസപേശികളുടെ മരവിപ്പായാലും വാതരോഗമായാലും എവിടെയെല്ലാം വേദനപ്പാടുണ്ട് അവിടെയെല്ലാം യേശുനാമത്തിൽ നിൻ്റെ കൈകളെ വെക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവ് യേശുമിശിഹായെ ഒന്നും സാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോ നിനക്ക് സ്വത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ അടയാളം ദൈവശക്തിയാൽ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ വേദന പാടുകളെ സ്പർശിക്കണമേ. ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ വേദന പാടുകളെ സ്പർശിക്കണമേ. ഈ പ്രാർത്ഥന ഇവിടെ നിന്ന് കൂടുന്നവരെ അന്യ നാടുകളിലെ, അന്യ ജില്ലകളിലെ, അന്യ സംസ്ഥാനങ്ങളിലെ ഇതര ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ ശാരീരികമായ അസുഖങ്ങൾ, അസ്ഥിരോഗങ്ങൾ, പേശിരോഗങ്ങൾ, വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ശരീരം ഇങ്ങനെ ഒലിക്കണ രോഗങ്ങളുണ്ട്. സ്വെല്ലിങ്, ചിലപ്പോൾ നീരായിരിക്കാം, ചിലപ്പോൾ മുഴയായിരിക്കാം, ചിലപ്പോൾ സ്രാവങ്ങളായിരിക്കാം.
ചൊറി ചിരങ്ങ് പോലെ രോഗങ്ങളുണ്ട്. ചൊറി ചിരങ്ങുകൾ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഒലിച്ചുകൊണ്ട് വരും. ഭയങ്കര ചൊറിച്ചിലും കടിയുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ചെവിയിൽ നിന്ന് പഴുപ്പ് വരും, ചിലപ്പോൾ രക്തസ്രാവ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് സ്രാവങ്ങൾ പുറത്തേക്ക് പോകുന്ന രോഗങ്ങളാകാം. അതെല്ലാം കർത്താവ് സുഖപ്പെടുത്താൻ നിങ്ങൾ ലാഘവത്തോടെ പ്രാർത്ഥിക്കരുത്. അങ്ങനെയുള്ള രോഗികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ കൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് രോഗമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. പരസ്നേഹത്തോടെ എല്ലാവരും സമർപ്പിക്കുക. കർത്താവേ, വിവിധങ്ങനെ രോഗികൾ, ഒലിപ്പ് രോഗികൾ, വിസർപ്പ രോഗികൾ, ചൊറിച്ചിരങ്ങ രോഗികൾ, കർത്താവെ രക്ത ഒലിപ്പ്, പഴുപ്പ് ഒലിപ്പ്, കർത്താവെ അങ്ങനെ രോഗങ്ങളുള്ളവരുടെ വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങൾ യേശുനാമത്തിൽ അത്ഭുതകരമായി ഇപ്പോഴും സുഖപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് 3 സൗഖ്യങ്ങൾ കാണിച്ചു തന്നു. ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ പരീക്ഷ പോലും എഴുതാൻ പറ്റത്തില്ല. കൈ ഇങ്ങനെ വേർക്കും. എവിടെയെങ്കിലും നിന്നാൽ അവിടെ കാല് വേർത്തതിൻ്റെ വെള്ളപ്പാടുകളുണ്ടാകും. നമുക്ക് ചമ്മൽ വരണ രീതിയിലാണ് കാല് വേർത്തിട്ട് അവിടെ വെള്ളം വീഴുന്നത്. അതുപോലെ തന്നെ പരീക്ഷയെന്ന് കേൾക്കുമ്പോഴും വേറെ എന്താണെന്ന് കേൾക്കുമ്പോഴും കൈ വേർത്തിട്ട് പരീക്ഷ പേപ്പറെ വേർത്ത വെള്ളം വീഴും. അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഹല്ലേലൂയ. Lord Jesus, pour out His Spirit. Thank you, Jesus. Praise you, Jesus. Command you. നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ 2 പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നും പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ മൂക്കിൽ നിന്ന് വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ചുമ്മാ അലർജി പോലെ ഇങ്ങനെ വെള്ളം വരും. അത് നമ്മളെങ്ങനെ നിയന്ത്രിച്ചാലും എന്തെല്ലാം മരുന്ന് കഴിച്ചാലും മൂക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിപ്പുണ്ടായിക്കൊണ്ടേ അതൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വീഴും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലും വീഴും. ആ വ്യക്തികളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. ശ്വാസം മുട്ടുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ട്. ശ്വാസം മുട്ടുന്നത് ശ്വാസം മുട്ടും. ചിലപ്പോൾ പുക, ചിലപ്പോൾ ചൂട്, ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ പൊടി, എന്ത് പരിപാടിയാണെങ്കിലും ശ്വാസം മുട്ടും. അപ്പോൾ ശ്വാസം മുട്ടുന്നവരെ നെഞ്ചത്ത് കൈവെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസം മുട്ടൽ രോഗമുള്ളവരെ ശ്വാസകോശത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൈകൾ ശ്വാസകോശത്തിലേക്ക് വെക്കുക. വേറെ വൃക്കയുടെ അസുഖമുള്ളവരെ, കിഡ്നിയുടെ അസുഖമുള്ളവരെ കിഡ്നിപ്പാടുകളിൽ നടുവിന് കൈകൾ വെക്കുക. അവന് നെഞ്ചിന് അസുഖമുള്ളവരെ, ഹൃദയ രോഗികൾ നെഞ്ചിൻ്റെ ഇടതുവശത്ത് കൈകൾ വെക്കുക. കരൾ രോഗികൾ നെഞ്ചിൻ്റെ കൂടിൻ്റെ പൂട്ടിന് താഴെ കൈകൾ വെക്കുക. ഉദര രോഗികൾ ഊടിൻ്റെ അവിടെ കൈകൾ വെക്കുക. ഗർഭാശയ രോഗികൾ അടിവയറ്റി കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, നിൻ്റെ നാമത്തിൽ ഞാൻ കൈവച്ചിരിക്കുന്ന എല്ലാ ഇടങ്ങളും ഈശോയുടെ നാമത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗങ്ങൾ യേശുനാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷം ധാരമായി
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവാഹ തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭവനരഹിതരെ, വീടില്ലാത്തവരെ, വീട് വെക്കാൻ സ്ഥലം ഇല്ലാത്തവരെ, സ്ഥലം ജപ്തി നടപടിയിൽ ആയിരിക്കുന്നവരെ, സാമ്പത്തിക കടങ്ങളാൽ പൊറുതിമുട്ടിയിരിക്കുന്നവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ ഇപ്പോൾ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ ഓ ഈശോയെ ഇപ്പോൾ സ്പർശിക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, ജപ്തി നടപടികള്, വരുമാന മാർഗം മുട്ടിയവര് കർത്താവിൻ്റെ കൃപയാൽ, പരിശുദ്ധയുടെ മധ്യസ്ഥതാല് കർത്താവിൻ്റെ കരുണ ലഭിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ജോലി തടസ്സങ്ങൾ, നൈപുണ്യ പരീക്ഷ, ആ മേഖലയിലാണ് ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ, ഇൻ്റർവ്യൂവിനൊരുങ്ങുന്നവർ, യോഗ്യതാ പരീക്ഷ, നൈപുണ്യ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമിക്കുന്നവർ, അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന പോലെ നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാം, എഴുതാൻ പോകുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യോഗ്യതയാലല്ല, നിന്റെ കൃപയാലെന്നുള്ള വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ നാമത്തെ പ്രതി സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ പരീക്ഷയുടെ വിജയം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അനേകം മക്കളുടെ മുമ്പിലെ കർത്താവിൻ്റെ കരുണയുടെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ജോലി യാത്രകൾ സമർപ്പിക്കേണ്ട സമയമാണ്. ചിലക്കൊരു തിരഞ്ഞെടുപ്പ് കിട്ടണില്ല, എന്ത് ചെയ്യണം, നാട്ടിൽ നിൽക്കണോ പുറത്ത് പോകണോ അറിയില്ല. അവരെല്ലാം പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇതൊന്നുമില്ലാതെ ചില വലിയ അക്കിടി ചെന്ന് ചാടിയിരിക്കുന്നവരുണ്ട്. തെറ്റായ പ്രണയബന്ധം, വിശ്വാസവിരുദ്ധമായ ഇടപഴകലുകൾ, അങ്ങനെയൊക്കെയുള്ള വലിയ ദുർഘടങ്ങളിൽ ചെന്ന് പെട്ടിരിക്കുന്നവരുണ്ട്. തലകൊണ്ടേ വെച്ചിരിക്കുന്നവർ ഇപ്പം ജീവിക്കണ കാര്യം തന്നെ മറന്നുപോയിരിക്കുകയാണ്.
പ്രാർത്ഥനയില്ല, ജീവിതമില്ല, ആകപ്പാടെ കുരുങ്ങി. അതെല്ലാം അമ്മ അഴിച്ചു മാറ്റുന്ന സമയമാണ്. ശ്രുതികട ഹല്ലേലൂയ. Jesus Christ, power of the Spirit. മക്കളില്ലാത്തവരെ, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവരെ, ഇപ്പൊ കുരുമക്കുരു പോലെയാണ് പ്രളയം വന്നിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലവും പ്രളയത്തിൽ ഒത്തിരി ആൾക്കാർക്ക് കാർഷിക നഷ്ടവും വരുമാന നഷ്ടവും ഉണ്ടായി. എന്നിട്ടും നമ്മൾക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനോ ലക്ഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഒരു 10,000 രൂപ 10 പ്രാവശ്യം നടന്നാൽ കിട്ടുന്ന ഒരവസ്ഥയാണ്. അവർ തന്നെ ഇന്നും ബലിയാടായി മാറിയിരിക്കുന്നത്. കടലോര മേഖലകളിലും വീട് കടലെടുത്ത് പോയ ആൾക്കാർക്ക് ഇന്നും കിടപ്പാടമില്ലാതെ അലയുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് എല്ലാവരുമുണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ടെന്ന് പറയാം, പക്ഷേ അനുഭവിക്കണവൻ ശരിക്കും അവൻ ഒറ്റപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിൽ നിന്നും ഈ ഇതുപോലെയുള്ള കലാമിറ്റീസൊക്കെ വരുമ്പോൾ ഏറ്റവും താഴെക്കിടയിൽ ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ ഇല്ലായ്മയായി പോണത്. നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയുടെ മാതാവിൻ്റെ അടുത്ത് നമ്മളെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത് അമ്മയെ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായി സഭ തിരിച്ചറിയാൻ ആണ് സഭ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറയണത്. എന്നിട്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പണം ചെയ്യണം. ആ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥനയായതുകൊണ്ടാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച അനുഭവം പ്രാപിച്ചവരെ ഇവിടെ സാക്ഷ്യം പറയണത്. അതിവിടെ വരുന്നവർക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള മക്കൾക്കത് അനുഭവവേദ്യമായി ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ കിട്ടാൻ വേണ്ടി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തി സ്വരമേറ്റി വിളിക്കട്ടെ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.